ചിരി, ഏറ്റവും നല്ല ചിരി സമ്മാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണല്ലേ. പലതരത്തിലുള്ള ചിരികളുണ്ട്. ഇപ്പോൾ ചിരിക്ക് വേണ്ടിയിട്ട് ക്ലാസ് വരെ ഉണ്ടല്ലേ. പലതരത്തിലുള്ള ചിരികളെ പരിചയപ്പെടുത്താം നമുക്കതുവഴി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തിനാണ് ഈ ഒരു ചിരി ഉണ്ടാകുന്നത്? ആ ചിരി എന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ്? അത് ചിരി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളുടെ മുഖത്തെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം അത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാണ് അല്ലേ. പലതരത്തിലുള്ള ചിരികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ചില അട്ടഹാസം വരെ പറയില്ലേ. അത് ഓരോ തരത്തിലുള്ള ചിരിയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ കൂടുതൽ ചലിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നവയാണ്. അതാണ് ആ പലതരത്തിലുള്ള ചിരിയിലൂടെ ലക്ഷ്യമാക്കുന്നതും. നമുക്ക് പക്ഷേ അങ്ങനെ പലതരത്തിലുള്ള ചിരികളുടെ രീതിയൊന്നും പഠിച്ച് അറിയില്ലെങ്കിലും മറ്റൊരാളെ കാണുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഇല്ലേ. നമ്മളേതായാലും കടയിൽ പോയി പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് ആർക്കും കൊടുക്കേണ്ട കാര്യമല്ലല്ലോ ഒരു ചിരി എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും ഒരു കടയിലായാലും പോകുമ്പോൾ അവിടെയുള്ളവർ നമ്മളോടൊന്ന് ഒരു ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണല്ലേ. ചിലരുടെ കടയിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, ചിരിയെന്ന് പറയുന്നതേ കാണത്തില്ല. അവരുടെ ഉള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ മുഖത്ത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മളോട് ദേഷ്യം വരെ കാണിക്കും അവർ. നമ്മൾ കാശ് കൊടുത്ത് അവരുടെ കടയിൽ സാധനം വാങ്ങിക്കുകയാണ്. അപ്പം നമ്മളെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് പോലും മറന്നുകൊണ്ട് ഏതോ ഒരു ശത്രുവിനോടെന്നുള്ള രീതിയിൽ പെരുമാറുന്ന കടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാനസിക സംഘർഷമാണ് അവരാ പ്രകടിപ്പിക്കുന്നത്. നേരെ മറിച്ച് ചിലരെന്താണ്, ഉള്ളിൽ ഭയങ്കര സംഘർഷങ്ങൾ ഉള്ളവരാണേലും പുറമേ ചിരിച്ച് കാണിക്കും. ചിലപ്പോൾ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിനക്ക് എങ്ങനെ ഇതുപോലെ ജീവിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നു എന്നൊക്കെ ചിലർ ചോദിച്ചു പോകും. അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. അങ്ങനെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കഴിവാണ് അല്ലേ. ഉള്ളിലുള്ളത് ഉള്ളിൽ തന്നെ വയ്ക്കുക, ആരെ അറിയിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. തനിക്ക് ഒരു പ്രശ്നവും ഇല്ല, താൻ എന്ത് പ്രശ്നം വന്നാലും നേരിടും എന്ന ചങ്കൂറ്റത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെല്ലാവർക്കും ഒന്നും കഴിയുന്നതല്ല. കാരണം ചെറിയൊരു പ്രശ്നം വന്നാലും അത് മറ്റൊരാളോട് ഷെയർ ചെയ്ത് ആ പ്രശ്നത്തിന് ഭാരമൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് എല്ലാവരും. നേരെ മറിച്ച് തൻ്റെ പ്രശ്നങ്ങൾ തൻ്റേത് മാത്രമാണ്, അത് താൻ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ എന്ന രീതിയിൽ ജീവിക്കുന്നവർ ഉണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതരം സ്വഭാവവും രീതിയൊക്കെയാണല്ലേ. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കഴിവുമല്ല. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടും മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക അല്ലേ. ചിരി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരി അറിയാമെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ചിരിയാണ്, കുഞ്ഞുങ്ങളുടെ അല്ലേ. അവർ ആ പല്ലില്ലാത്ത പ്രായം തൊട്ടേ എല്ലാവരും ചിരിച്ച് കാണുക. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല. പക്ഷേ അവരുടെ മുന്നിലെത്തുന്നവരെ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും അല്ലേ. ആ ചിരി കാണാൻ വേണ്ടി കുട്ടികളെ ഇക്കിലിട്ട് ചിരിപ്പിക്കുന്നത് ഒക്കെ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ഒപ്പം അങ്ങനെ ചിരിച്ച് കളിച്ച് രസിക്കുമ്പോൾ നമുക്കും കിട്ടുന്നത് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം കുട്ടികളുടെ ചിരി വളരെ പ്രാധാന്യമുള്ളതാണെങ്കിൽ മുതിർന്നവരുടെ ചിരി അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ചില പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കാൻ ഇങ്ങനെ നീറിപ്പോഞ്ഞ് നിൽക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു ചിരിയിലൂടെ കഴിയും അല്ലേ. പക്ഷേ ചിരിയിലൂടെ ഒരു യുദ്ധം വരെ നടന്നിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടന്നത് പാഞ്ചാലിയുടെ ചിരിയിലൂടെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വലിയൊരു കഥയാണ്. അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല. അപ്പം ആ ഒരു യുദ്ധം നടക്കാനുള്ള കാരണം പാഞ്ചാലിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിരി പലതരത്തിലുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ സന്തോഷത്തെ അങ്ങേയറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് ചിരിക്കും, മറ്റൊന്ന് മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ വെച്ചുകൊണ്ട് ചിരിക്കും, മൂന്നാമതൊരു ചിരിയുണ്ട് കളിയാക്കിയുള്ള ചിരി.
അത് ചിലർക്ക് ഭയങ്കര കഴിവാണ് കേട്ടോ, ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ. അവരൊന്നും മുഖത്ത് നോക്കിയൊന്ന് ഒരു ആക്ഷൻ നൽകിക്കൊണ്ടൊന്നും ചിരിക്കത്തുള്ളൂ. നമ്മുടെ എല്ലാ എനർജിയും ചോർത്തിക്കൊണ്ട് പോവാം ഒറ്റ ചിരി. നമ്മളെ വെറും സീറോ ആക്കി നിർത്താനുള്ള ചിരി അറിയാവുന്ന കുറച്ച് ദുഷ്ട മനസ്സുകളുണ്ട്. അവർക്കാണല്ലോ, ഈ ദുഷ്ടന്മാർക്കാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് പറയുന്നത്, കുറുക്ക് വഴിയിലൂടെ ഒരാളെ നിലംപരിശാക്കുക എന്നുള്ള രീതി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരോട് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മളെ ചിരിച്ച് കാണിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ചിരിച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ അവർ കരുതും ഞാൻ ജയിച്ചു എന്ന്. അങ്ങനെയൊന്നും ജയിക്കാനായിട്ട് ആരെയും വിടരുത്. ദുഷ്ടശക്തികൾക്കെതിരെ നമ്മളെപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കണം. അത് പണ്ട് തൊട്ടേ മനുഷ്യർ ഉണ്ടായ കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ്. എപ്പോഴും ദുഷ്ടശക്തികളെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും പറയുന്നത് ദുഷ്ടരായ മനുഷ്യരെ പോയി കൊല്ലാനല്ല പറയുന്നത്, അവരെ പ്രവൃത്തിയിലൂടെ നമുക്ക് അവരുടെ രീതികൾക്കെതിരെ നിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് ചിരിക്കാത്തവരൊക്കെ ഒന്ന് ചിരിച്ചോളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകൾ കാണും, പരിചയമില്ലാത്ത ആളുകൾ കാണും. ചിലർ നമ്മൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ വേറെ എവിടോട്ടെങ്കിലും ശ്രദ്ധിച്ച് നമുക്ക് മുഖം തരാതെ ചിരിക്കാതെ പോകുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, ചിലർ ഇവിടെയൊക്കെ 1-2 പേരുണ്ട്. ചില സമയത്ത് നമ്മളോട് ഭയങ്കര സ്നേഹവും വർത്താനവും ഒക്കെയാണ്. ചില സമയത്ത് അവർ വരുന്നുണ്ടല്ലോ ചിരിക്കാമെന്ന് പറഞ്ഞാൽ നോക്കിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് പോലും നോക്കാതെ വേറെ എവിടെയോ നോക്കിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും നേച്ചർ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ചിരി നല്ല കാര്യമാണ്. ചിരിക്കുന്നവരെല്ലാവരും പാവങ്ങളുമല്ല, ക്രൂരന്മാരുമല്ല എന്നോർത്തു. അപ്പോൾ ചിരി എന്തായാലും നമുക്ക് പണം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചിരിക്കാനുള്ളൊരു സന്ദർഭം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പാഴാക്കരുത്, ചിരിക്കുക തന്നെ വേണം. ചിരിക്കുന്നത് കൊണ്ട് ആ ചിരി ആർക്ക് കിട്ടുന്നോ അവർക്കല്ല പ്രയോജനം, ചിരിക്കുന്ന നമുക്കാണ് പ്രയോജനം എന്ന് നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കുക. അതുകൊണ്ട് മാക്സിമം ആളുകളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഒരു ചിരി നൽകാനും ഒക്കെ ശ്രമിക്കുക. ഓക്കെ.